ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് വീഡിയോത്തിൽ ലെങ്തിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മുടിയുടെ ഭാഗത്ത് നിന്ന് വരച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട്ലൈനിൽ തന്നെ 6B, 2B അതുപോലെ 10B ഈ 3 പെൻസിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുടിയുടെ ഭാഗത്ത് നിന്ന് വരച്ച് തുടങ്ങാം. അപ്പോൾ മുടി വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് വരച്ച് തുടങ്ങുക. ഓരോ പ്രാവശ്യം നിങ്ങൾ ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക മുടി വരയ്ക്കുമ്പോൾ. കാരണം വെച്ചാൽ ഓരോ ലൈനായിട്ട് നമുക്ക് മുടി വരയ്ക്കുമ്പം നല്ല ഇത് ഷാർപ്പൻ ചെയ്ത് നല്ല പെൻസിലാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് നരച്ച മുടികളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഒരുപാടില്ല, ഓരോ ചെറുതായിട്ടൊക്കെ ഓരോ കോളത്തിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ കോളം ഏത് കോളത്തിലാണ് നരച്ച മുടി വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് അത് നരച്ച മുടിയുടെ ഭാഗം മാത്രം ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗം മാത്രം കറുത്ത മുടി വരുന്നത് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് വിട്ടാൽ മതി. അപ്പം ആ നരച്ച മുടി നമ്മൾ വൈറ്റായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അവിടെ ആ ഭാഗം, അപ്പം അവിടെ അതുപോലെ തന്നെ, അതായത് നമുക്ക് ആ നരച്ച മുടി കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നരച്ച മുടിയായിട്ട് നിങ്ങൾ വരയ്ക്കണ്ട. അവിടെ ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. അതായത് കറുത്ത മുടികൾ വരച്ചാൽ മതി. അപ്പം നമുക്ക് ആ വെളുത്ത മുടി എങ്ങനെയാണോ കിട്ടേണ്ടത് അതുപോലെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ ഇതിൽ ആ മുടി കിടക്കുന്ന ഒരു സ്റ്റൈൽ, ആ മുടി കിടക്കുന്ന എങ്ങോട്ടാണോ ആ രീതിക്ക് തന്നെ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. ഓരോ ഹെയറായിട്ട്, അതായത് ഓരോ ഹെയറായിട്ട് വരുന്ന രീതിയിൽ വരച്ച് പോവുക. അപ്പോൾ നല്ല സമയത്ത് തന്നെ വരയ്ക്കുക. ഇതിപ്പോൾ ഞാനിത് വരയ്ക്കാൻ നല്ല സമയത്തിലുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നല്ല സമയത്ത് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ വരച്ച് പോകുന്നതനുസരിച്ച് നിങ്ങൾ ആ ഓരോ ലൈൻസും മായ്ച്ച് പോവുക. നമുക്കിതിൻ്റെ ഇടയ്ക്ക് വെളുത്ത രോമങ്ങൾ, അതായത് വെളുത്ത മുടി വരുന്നതുകൊണ്ട് നമുക്കത് മായ്ക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് മൊത്തത്തിൽ കറുത്ത മുടിയായിരുന്നെങ്കിൽ നമുക്ക് ആ ലൈൻ മായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ലൈൻ അതിൻ്റെ അകത്ത് മുടിപ്പൊക്കോളും. അപ്പം ഫുള്ളായിട്ട് ബ്ലാക്ക് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇതിൻ്റെ അകത്ത് വൈറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഓരോ ലൈൻസ് മായ്ച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലൈൻ മായ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞതിന് മുമ്പേ ഔട്ട്ലൈൻ ഇട്ട് വെക്കുക നിങ്ങൾ ആ വെളുത്ത മുടി വരുന്ന ഭാഗത്തൊക്കെ. പിന്നെ ഓരോ തവണയും നിങ്ങൾ വരയ്ക്കുന്നതനുസരിച്ച് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം മുടി വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ താടി വരയ്ക്കുമ്പോഴും നമ്മൾ മുമ്പേ മുടി വരച്ചുള്ള തന്നെ നോക്കുക. നരച്ച ഭാഗം വരുന്നവിടെ ആ ഓരോ കോളം നോക്കിയിട്ട് അതിന് ചുറ്റുമുള്ളത് ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടാവുമല്ലോ, ബ്ലാക്ക് രോമങ്ങൾ വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള ചുറ്റുകളൊന്നും നിങ്ങൾ ചെയ്യേണ്ട. അതായത് ആ വൈറ്റ് ആയിട്ടുള്ള ഭാഗം അതുപോലെ തന്നെ ഇട്ടേക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ രോമങ്ങൾ വരുന്ന രീതിയിൽ നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച്, അത് 2B പെൻസിൽ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ആ രോമങ്ങൾ വരുന്ന രീതിയിൽ നിന്ന് വരച്ച് വിട്ടാൽ മാത്രം മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യാറുണ്ട്. അപ്പം കഴുത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ കുറച്ചുകൂടെ ഒരു വെളുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു താടി നമുക്ക് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അവിടെ നരച്ച രോമമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് താടി മുമ്പായി അമ്മങ്ങളുടെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ലൈൻസ് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഡ്രസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ വരയ്ക്കാനുള്ളൂ. അപ്പം ഡ്രസ്സ് വരയ്ക്കുന്നത് ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിട്ടാൽ മതി. ആ ബ്ലാക്ക് അതുപോലെ കിട്ടുന്നത് നിങ്ങൾക്ക് 10B പെൻസിൽ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ ഡ്രസ്സിൻ്റെ ഭാഗം ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഈ 3 പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 3 പാർട്ടും കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതുപോലെ തന്നെ പുതിയൊരു ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സംശയം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.